ഇന്നിതാ നൈറ്റ് റൈഡിന് പോവാണേ. ഇപ്പതേ മണി 12 മണി 8 മിനിറ്റ്. അപ്പൊ ഇന്ന് വീട് ഷിഫ്റ്റിങ്ങിന്റെ പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. ക്ലീനിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പുതിയ വീട്ടിലേക്ക് മാറാനുള്ള. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് എന്നാ പിന്നെ ഒരു പുറത്തേക്കൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് തിരിച്ചു കയറി വന്ന് കിടന്നുറങ്ങാന്ന് ഓർത്തിട്ട് സ്കൂട്ടറും എടുത്ത് ഞങ്ങള് മൂന്നാളും കൂടെ ഇറങ്ങി. ഋഷിയുണ്ട്, ഋഷിയുടെ ഇടയ്ക്കിരിപ്പുണ്ട്. എന്നിട്ട് ഒത്തിരി നാളായി ഇങ്ങനെ പോയിട്ട്. കൊച്ചുള്ളത് കാരണം മാക്സിമം ഞങ്ങൾ ഒരു 10 മണിക്കുള്ളിൽ തിരിച്ചു കയറാറുണ്ട്. ഇന്നത് എത്ര ലേറ്റ് ആയതുകൊണ്ട് എന്നാ പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി കാക്കനാട്, പിന്നെ നമ്മുടെ മരട് തൃപ്പൂണിത്തറ റോഡ് ആണേ. അങ്ങനെ പോയിക്കൊണ്ട് നൈറ്റ് എന്തായാലും ഇപ്പതേ സൺഡേ മോർണിംഗ് ആയല്ലോ. അത്യാവശ്യം മോർണിംഗ് അല്ല, നൈറ്റ് ആയത് കാരണം നല്ല തിരക്കുണ്ട്. പിന്നെ കഫയും റെസ്റ്റോറന്റും തട്ടുകടയൊക്കെ ആയിട്ട് ഫുൾ ഓണായിരുന്നു. ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് പോയി. പണ്ട് പണ്ട് എനിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാനും നൈറ്റ് ഇങ്ങനെ റൈഡ് ചെയ്യാനും ഒക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളാണ്. പണ്ട് ഇതേ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാണത്തിന് മുന്നേ വീട്ടിൽ നിന്ന് സമ്മതിക്കത്തില്ല. കാര്യം ഒരു 90s കിഡ് ആയിരുന്നു. പിന്നെ വീട്ടിൽ ചോദിക്കുമ്പോഴത്തേക്കും സാധാരണ എല്ലാ വീട്ടുകാരും പറയുമല്ലോ ആ സമയത്ത്, ആൾക്കാരെന്തേലും പറയും. നമ്മൾ ആൾക്കാരെ പേടിച്ചാണല്ലോ ജീവിച്ചോണ്ടിരുന്നത്. അത് തന്നെ എങ്ങും പോണ്ട, നീ കല്യാണം കഴിഞ്ഞ് എന്ത് വേണോ ആയിക്കോ, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ആൾക്കാർ അത് പറയും ഇത് പറയും, ഫ്രണ്ട്സിന്റെ കൂടെ പോവാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ എന്താ ചെയ്യാറ്, ഞാൻ ഓരോ ഉടായ്പൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാറുണ്ട്. രാവിലെ ബുക്ക് മേടിക്കണം, ടെക്സ്റ്റ് ബുക്ക് മേടിക്കണം, അസൈൻമെന്റ്, പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകും. ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇതിന്റെ ഒപ്പം തിരുവനന്തപുരത്താണല്ലോ, നമുക്ക് കാണാനായിട്ട് സൂ ഉണ്ട്, ശംഖുമുഖം ബീച്ചുണ്ട്, കോവളം ഉണ്ട്. പിന്നെ അവിടൊക്കെ ഇറങ്ങി ചിലപ്പോ ഏതെങ്കിലും ഒരു സ്പോട്ടിലേ പോകത്തുള്ളൂ. അതിനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ കേട്ടോ. വീട്ടിൽ തിരിച്ചു കയറണമല്ലോ. ഇങ്ങനെയൊക്കെ പോയി ചിലപ്പോ പൊന്മുടിക്ക് പോകാനായിരിക്കും പ്ലാൻ. പൊന്മുടിക്കൊക്കെ പോയി വൈകുന്നേരം 7 മണിക്കുള്ളിൽ എന്തായാലും വീട്ടിൽ കയറും കേട്ടോ. 5 മണി കഴിയുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ വിളി തുടങ്ങും, എവിടെ പോയി, എന്താ ലേറ്റ് ആവണേന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബസ്സിൽ തിരക്കാണ്, ബസ് കിട്ടാൻ ലേറ്റായി, അങ്ങനെ ഓരോ കള്ളത്തരമൊക്കെ പറഞ്ഞ് 7 മണിക്ക് ശേഷം വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം കാര്യം പറയും കേട്ടോ. പോയ കാര്യമൊക്കെ വീട്ടിൽ വന്നിട്ട് എന്തായാലും സത്യസന്ധമായിട്ട് പറയും. അപ്പൊ പിന്നെ വഴക്ക് പറയാനില്ലല്ലോ, പോയിട്ട് വന്നല്ലോ, ഇനി എന്ത് പറയാനാ. ലാസ്റ്റ് ഇങ്ങനെ അച്ഛൻ പറയും, നിനക്കൊന്നും വേറെ ഒരു പരിപാടി പണിയില്ല അല്ലേ, ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നോണം എന്ന് പറഞ്ഞെങ്കിൽ നിർത്തും. അപ്പൊ ഇത് കേട്ട് ഞാനും ഒരു ചിരിയൊക്കെ പാസ്സാക്കി ഇരിക്കാറപ്പത്. എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞല്ലോ, ഇനി എന്ത് പറയാനാ. പോയി കഴിഞ്ഞു, എന്റെ കാര്യങ്ങളൊക്കെ നടന്നു. അത് കാരണം ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് എന്തോ ദൈവം സഹായിച്ച് കെട്ടിയവനും ഒരേ വൈബായത് കാരണം കുഴപ്പമില്ല. നല്ല ഫ്രീഡത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വേണോ ആകാം, എവിടെ വേണോ പോവാം, എവിടെ വേണോ വരാം, ഒരു കുഴപ്പമില്ല. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. കൊച്ചിനെയും കൊണ്ട് പുറത്തു പോവാം, തോന്നുമ്പോ പോന്നു, തോന്നുമ്പോ വരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ കൊച്ചുള്ളത് കാരണം മാക്സിമം നമ്മളൊരു 10 മണിക്കുള്ളിൽ വീട്ടിൽ കയറും, ഒത്തിരി ലേറ്റ് ആക്കണ്ടെന്ന് ഓർത്ത്. പിന്നെ ഇപ്പൊ ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യണേ. അപ്പൊ പിന്നെ ഞങ്ങളുടെ വീക്ക് ഓഫ് വരുന്നത് സൺഡേ മൺഡേ. അപ്പൊ സൺഡേ എന്തായാലും ഒരു ഈവനിങ്, സൺഡേ മൺഡേ ഈവനിങ് എന്തായാലും ഒന്ന് പുറത്തേക്കൊക്കെ പോയി ഒരു ദിവസം, ഏതെങ്കിലും ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചേ വരാറുള്ളൂ. മാക്സിമം അത് സൺഡേ ആകാറാണ് പതിവ്. എല്ലാ ദിവസവും പണിതുകൊണ്ടിരിക്കുമല്ലേ. രാവിലെ എണീക്കുന്നു, പണിയെടുക്കുന്നു, ചോറ് വെക്കുന്നു, കറി വെക്കുന്നു, ഓഫീസിൽ പോകുന്നു. അപ്പൊ ഒരു ദിവസമെങ്കിലും റെസ്റ്റ് വേണ്ടേ. സൺഡേ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ കിച്ചൺ അങ്ങ് ക്ലോസ് ചെയ്യും. പിന്നെ നൈറ്റ് പുറത്തുനിന്നായിരിക്കും ഫുഡ്. പിന്നെ അടുത്ത കിച്ചൺ ഓപ്പൺ ആകുന്നത് മൺഡേ മോർണിംഗ് എപ്പോഴും. അതെന്ത് വന്നാലും അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ആഴ്ചയിൽ 7 ദിവസവും പണിയെടുക്കണമെന്നില്ലല്ലോ, ഒരു ദിവസം റെസ്റ്റ് വേണ്ടേ. അപ്പൊ പിന്നെ ആ റെസ്റ്റ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ 2 ദിവസം ഈവനിങ് പുറത്തൊക്കെ പോയി കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് വണ്ടിയിലൊക്കെ ഓടിച്ച് തിരിച്ചു വരും. ഇതിപ്പോ ഞങ്ങള് കുറച്ചു നേരം പുറത്തേക്കൊക്കെ പോയി ഇച്ചിരി നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് തിരിച്ചൊരു 2 മണി 2:30 ആയപ്പോ വീട്ടിലേക്ക് കയറി. എന്നിട്ട് പിന്നെ പോയി കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം പിന്നെയും പണിയെടുക്കണം. പുതിയ വീട്ടിലേക്ക് എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം അതിൻ്റെതായ സ്ഥലത്തൊക്കെ വെച്ച് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
പിന്നെ വീഡിയോ എന്നെ അഭിപ്രായം പറയണം കേട്ടോ, കണ്ടിട്ട് വെറുതെ പോവല്ലേ. എന്തേലും ഒരു അഭിപ്രായം പറയണം, ഒന്നുകിൽ കമന്റ് ചെയ്യണം, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് എങ്കിലും ചെയ്തിട്ടേ പോവാളെ. അപ്പൊ എത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ, സീ യു അഗെയിൻ.